അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ ന്യൂ നമ്പേഴ്സിലെ ഫസ്റ്റ് സെക്ഷൻ. എന്താ ഫസ്റ്റ് സെക്ഷന്റെ പേര്? ലെങ്ത് ആൻഡ് നമ്പേഴ്സ്. ലെങ്ത് ആൻഡ് നമ്പേഴ്സ്, ഇതാണ് സെക്ഷൻ 1. അപ്പോ മലയാളത്തിൽ എന്തോ ഹെഡിങ്? പുതിയ സംഖ്യകൾ. അല്ല, അതിന്റെ താഴെയുള്ള ചുവന്ന മഷിയിലെ ആദ്യത്തെ ഹെഡിങ് നീളങ്ങളും സംഖ്യകളും. എല്ലാരും ബോർഡിലേക്കും അത് ഞാൻ പറയുമ്പോ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ അതിനകത്തിരുന്നോ. സീ ദീസ് പിക്ചേഴ്സ്. രണ്ട് പടം കൊടുത്തേക്കുന്നുണ്ടോ? എന്തോ അപ്പോ മലയാളത്തിൽ കൊടുത്തേക്കുന്നേ? ഈ ചിത്രങ്ങൾ നോക്കൂ. അവിടെ ആദ്യം മഞ്ഞ കളർ അടിച്ചിട്ടേക്കുന്ന ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരമുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ കളറിലൊക്കെ വ്യത്യാസം കാണാം. ഉണ്ടോ? ഇനി രണ്ടാമതായിട്ട് ഈ മഞ്ഞ സ്ക്വയറിന്റെ, ഈ മഞ്ഞ സമചതുരത്തിന്റെ ഡയഗണൽ വരയ്ക്കുന്നു. ആരെ വരയ്ക്കുന്നു? ഡയഗണൽ, വികർണം വരയ്ക്കുന്നു. ഇതിനെ സൈഡാക്കിക്കൊണ്ട്, ആരെ സൈഡാക്കിക്കൊണ്ട്? ഈ ഡയഗണലിനെ, ഈ വികർണത്തിനെ വശമാക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? മറ്റൊരു സ്ക്വയർ വരച്ചിരിക്കുന്നു. അപ്പൊ ആദ്യം ഒരു സ്ക്വയർ ഉണ്ട്, ഒരു സമചതുരമുണ്ട്. അതാണ് ഈ ആദ്യം വരച്ചു വെച്ചേക്കുന്നത്. അതിനൊരു ഡയഗണൽ വരച്ചു, വികർണം വരച്ചു. ആ വികർണത്തിനെ, ഡയഗണലിനെ വശമാക്കിക്കൊണ്ട്, സൈഡാക്കിക്കൊണ്ട് എന്ത് വരച്ചിരിക്കുന്നു? മറ്റൊരു സ്ക്വയർ വരച്ചിരിക്കുന്നു. നോക്കിക്കേ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സി ദീസ് പിക്ചേഴ്സ്. വായിച്ചേ. എ സ്ക്വയർ ആൻഡ് ഓൺ ഇറ്റ്സ് ഡയഗണൽ അനദർ സ്ക്വയർ. ഡയഗണലിന്റെ പുറത്ത് മറ്റൊരു സ്ക്വയർ. അപ്പൊ ഒന്ന് വായിച്ചേ. ഒരു സമചതുരവും അതിന്റെ വികരണത്തിൽ മറ്റൊരു സമചതുരവും. ഇനി താഴത്തൊന്ന് വായിച്ചൊരു ചോദ്യമാണ്. ഹൗ മെനി ടൈംസ് the area of the small square is the area of the large square. എന്ന് വായിച്ചേ. How many times the area of the small square is the area of the large square. ഒന്ന് വായിച്ചപ്പോ മലയാളം. വലിയ സമചതുരത്തിന്റെ പരപ്പളവ് ചെറിയ സമചതുരത്തിന്റെ പരപ്പളവിന്റെ എത്ര മടങ്ങാണ്? ഇവിടെ കാണുന്ന ഈ വലിയ സമചതുരം, വലിയ സ്ക്വയർ കണ്ടോ? ഇതിന്റെ ഏരിയ, പരപ്പളവും നമ്മൾ ആദ്യം വരച്ചു വെച്ചേക്കുന്ന ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, ചെറിയ സമചതുരം, ഇതിന്റെ ഏരിയയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. ആരുടെയൊക്കെ ഏരിയ തമ്മിലുള്ള ബന്ധം, ആരുടെയൊക്കെ പരപ്പളവുകൾ തമ്മിലുള്ള ബന്ധം? ഈ ചെറുതിന്റെ ഏരിയ, പരപ്പളവും ഈ വലുതിന്റെ ഏരിയ, വലുതിന്റെ പരപ്പളവും തമ്മിലുള്ള, ഏരിയയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. ചേട്ടാ അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, വായിച്ചാട്ടെ. ദ ഡയഗണൽ സ്പ്ലിറ്റ് ദ സ്മോൾ സ്ക്വയർ ഇൻറ്റു 8 ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസ്. അങ്ങനെ കൊടുത്തേക്കുന്നേ. 2 ഈക്വൽ നോക്കാം. ഈ ചെറുതിനകം നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഈ ഡയഗണൽ വരച്ചപ്പോ ഈ ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, ഏറ്റവും അകത്ത് കാണുന്ന സ്ക്വയർ, അത് എത്ര ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾ, എത്ര തുല്യ മട്ടത്രികോണങ്ങളായി? എത്ര എണ്ണം? 2 എണ്ണം. എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ ഒന്ന് വായിച്ച സെന്റൻസ്. വികർണം ചെറിയ സമചതുരത്തെ ഒരേ വലിപ്പമുള്ള 2 മട്ടത്രികോണങ്ങളാക്കുന്നുണ്ടല്ലോ. ഇതാണ് 1, ഇത് 2. അപ്പൊ ചെറുതിന്റെ കാര്യം ഓക്കെ ആയല്ലോ. ഇനി നിങ്ങൾ ഇതേപോലെ വലുതിനെ നോക്കിക്കേ. അങ്ങനാണെങ്കിൽ ഹൗ മെനി സച്ച് റൈറ്റ് ട്രയാങ്കിൾസ് മേക്ക് അപ്പ് ദ ബിഗ് സ്ക്വയർ. അതിന് ചെറിയ ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിക്കേ. അവർ ചെയ്തേക്കുന്ന പരിപാടി എന്തോന്ന് ചോദിച്ചാല്, അവർ രണ്ട് ഇതിനകത്ത് നോക്കാം. 1, 2, 3, 4,
റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് അതിനെയും വീതം വെച്ചു. അപ്പൊ ചെറുതിനെ എത്ര ആയിട്ട് വീതം വെച്ചു? 2. വലുതിനെ എത്ര ആയിട്ട് വീതം വെച്ചു? 4. ചെറുതിനെ 2ഉം വലുതിനെ 4ഉമായിട്ടും വീതം വെച്ചു. അത്രയും കാര്യം ഓക്കെ ആയല്ലോ. ഇനി ബാക്കി വായിച്ചാട്ടെ. സോ ദി ഏരിയ ഓഫ് ദി ബിഗ് സ്ക്വയർ ഈസ് ട്വൈസ് ദ ഏരിയ ഓഫ് ദി സ്മോൾ സ്ക്വയർ. അപ്പൊ ചെറിയ സ്ക്വയറിനകത്ത് 1, 2 പേരാണുള്ളത്. പക്ഷെ വലിയ സ്ക്വയറിനകത്തിലോ 4. ഇപ്പൊ 2ന്റെ ഇരട്ടിയല്ലേ 4 എന്ന് പറയുന്നത്. അപ്പൊ ചെറുതിന്റെ ഏരിയയുടെ ചോയ്സ് ആണ്, ഇരട്ടിയാണ് ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്, ആരുടെ ഏരിയ, ആരുടെ പരപ്പളവ്? വലുതിന്റെ ഏരിയ. ചെറുതിന്റെ ഏരിയയുടെ പരപ്പളവിന്റെ ഇരട്ടിയാണ്, ചോയ്സ് ആണ് ആരുടേത്? വലുതിന്റെ ഏരിയ, വലുതിന്റെ പരപ്പളവ്. അത്രയും കാര്യം ഇവിടെ കിട്ടിയോ? ഓക്കെ. ഇനി അപ്പുറത്തെ പേജ് എടുത്താട്ടെ. വായിച്ചാട്ടെ. ഇഫ് ദ സൈഡ് ഓഫ് ദി small square is 1 meter, then its area is 1 square meter. നോക്കാം. നമ്മുടെ ചെറിയ സ്ക്വയർ ഉണ്ടല്ലോ, ആരാ സ്മോൾ സ്ക്വയർ, ചെറിയ സ്ക്വയർ. അതിന്റെ ഒരു വശം നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 1 മീറ്റർ. അതിന്റെ ഒരു സൈഡ് എന്തായിട്ട് എടുക്കുന്നു? 1 സൈഡ് ഈക്വൽ നമ്മൾ 1 മീറ്റർ ആയിട്ട് എടുക്കും. അങ്ങനാണെങ്കിൽ അതിന്റെ ഏരിയ എന്ത് വരും? സ്ക്വയറിന്റെ ഏരിയ 1 സ്ക്വയർ ഈക്വൽ 1 മീറ്റർ സ്ക്വയർ. സംശയമുണ്ടോ ആർക്കെങ്കിലും? അങ്ങനാണെങ്കിൽ then its area is 1 സ്ക്വയർ മീറ്റർ. അങ്ങനാണെങ്കിൽ ആ ചെറുതിന്റെ ഏരിയ എത്രയാണ്? 1 സ്ക്വയർ മീറ്റർ ആണ്. ബാക്കി വായിച്ചാട്ടെ. എവിടാ? രണ്ടാമത് ഇവിടോ? 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 ഇപ്പുറത്തോ? അല്ല, ആൻസർ നമുക്ക് തിരുത്താൻ കുഴപ്പമില്ല. 1 സ്ക്വയർ ഇതാണോ? ഇവിടോ? ഇപ്പുറ സൈഡിലോ? ഈക്വലിനോട് 2 എന്നിടുവന്നു. 1 സൈഡ് ഓഫ് ദ സ്മോൾ സ്ക്വയർ ഈക്വൽ 1 മീറ്റർ. അപ്പൊ അടുത്ത വരിയിൽ ഏരിയ ഓഫ് ദ സ്മോൾ സ്ക്വയർ ഈക്വൽ 1 സ്ക്വയർ ഈക്വൽ 1 മീറ്റർ സ്ക്വയർ. അങ്ങനെ എഴുതിയിരിക്കുന്നു. അത് ഈക്വലാ അത്. അപ്പൊ അങ്ങനാണെങ്കിൽ ശ്രദ്ധിക്ക, ഏരിയ ഓഫ് ദി, ശ്രദ്ധിച്ചിരിക്കണം, നമ്മളൊരു ഐഡിയയിലോട്ട് പോവാണ്. ഏരിയ ഓഫ് ദി ബിഗ് സ്ക്വയർ, വലിയ സമചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് എന്തുവരും? നേരത്തെ ഒരു ഹിന്റ് പറഞ്ഞിട്ട് നമ്മൾ ഇവിടോട്ട് വന്നിരിക്കുന്നത്. ചെറുതിന്റെ ഏരിയയുടെ ചോയ്സ് ആണ്, ഇരട്ടിയാണ് വലുതിന്റെ ഏരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചെറുതിന്റെ ഏരിയ നമുക്ക് എത്ര എന്ന് കിട്ടി? 1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. എങ്കിൽ വലുതിന്റെ ഏരിയ എന്തായിരിക്കും? 2 × 1 ഈക്വൽ 2 മീറ്റർ സ്ക്വയർ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ ഓൺലൈൻകാർക്ക്? ഓക്കെ. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യം വായിച്ചാട്ടെ. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ബിഗ് സ്ക്വയർ? അങ്ങനാണെങ്കിൽ ഈ പടത്തിൽ കാണുന്ന വലിയ സമചതുരത്തിന്, വലിയ സ്ക്വയറിന്റെ ഒരു വശത്തിനൊരു ലെങ്ത് കാണുമല്ലോ, ഒരു നീളം കാണുമല്ലോ. അതെത്രയാണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? വലുതിന്റെ ഏരിയ നമുക്ക് കിട്ടി എത്ര ആണെന്ന്? 2 മീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടി. എങ്കിൽ എന്തോ ചോദ്യം? ചെറുതിന്റെ ഒരു വശം 1 മീറ്റർ ആയപ്പോ അതിന്റെ ഏരിയ നമുക്ക് 1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് വലുതിന്റെ ഏരിയ എത്രയാണ്? 2 മീറ്റർ സ്ക്വയർ. എത്രയാണ്? അപ്പൊ എന്തോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? വലുതിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്?
വലിയ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഈ ചോദ്യം എല്ലാവർക്കും പിടി കിട്ടിയോ? ഓൾ സ്റ്റാൻഡ് പൗഡ് വരെ ഒന്ന് വായിച്ചു നോക്കി. എന്തോ നമ്മുടെ ചോദ്യം വലിയ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് എന്താ? വലിയ സ്ക്വയറിന്റെ ഒരു വശത്തിന്റെ ലെങ്ത് എന്താ? ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പോയ വഴിയിലൂടെ ഒന്നുകൂടെ തിരിച്ചു വരും. ഈ വലിയ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത്, എന്റെ കൂടെ വരണം, ഞാൻ അങ്ങ് നടന്ന് കായംകുളത്ത് ചെല്ലുമ്പോൾ നിങ്ങളുടെ രണ്ടാം കുറ്റി നിന്ന കാര്യം നടക്കത്തില്ല. ഈ വലിയ സ്ക്വയർ വേണ്ടി കാണുന്ന ആളാണല്ലോ, ഇയാളുടെ ഒരു വശമാണല്ലോ വേണ്ടി വരച്ചു വെച്ചേക്കുന്നത്. ഈ ഒരു വശം എന്ന് പറയുന്നത് ഈ ചെറിയ സ്ക്വയറിന്റെ ആരാ? ഇതാണ് നമ്മുടെ വലിയ സ്ക്വയർ, വലിയ സമചതുരം. ഇതതിന്റെ ഒരു വശമാണ്. അത് ഈ ചെറുതിന്റെ ആരായിട്ട് വരും? ചെറുതിന്റെ ആരാണ്? ഡയഗണലാണ്, വികർണമാണ്. അപ്പൊ നമ്മൾ തിരിച്ചു പറഞ്ഞാൽ ചെറുതിന്റെ ഡയഗണൽ കണ്ടുപിടിച്ചാൽ, വികർണം കണ്ടുപിടിച്ചാൽ അത് വലുതിന്റെ ആരായിക്കോളും? ഒരു വശം, ഒരു സൈഡ് ആകത്തില്ലേ? ഞാൻ അതിനു വേണ്ടിയിട്ട് ആ പടത്തിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഒരു മട്ടത്രികോണമുണ്ട്. ഉണ്ടോ? ഇതിനകത്തിൽ അതെന്റെ ഈ കാണുന്നത് ഇത് കണ്ടോ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഒരു മട്ടത്രികോണം അല്ലേ? ആണോ? ആണോ? ഇതിന്റെ വശങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞാൽ. ഇതെത്ര? 1. ഇതെത്ര? 1. ആര് പറഞ്ഞു 1 ആണെന്ന്? ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 1 സൈഡ് ഈക്വൽ എത്ര ആണെന്ന്? 1 മീറ്റർ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അല്പം മുമ്പേ ഇതിന്റെ ബേസിക്കിനകത്ത് ഒരു തിയറം പഠിച്ചില്ലേ? എന്തോ എന്റെ പേര്? പൈതഗോറസ് തിയറം. എന്താണ് പൈതഗോറസ് തിയറം? എന്തുവായിരുന്നു പൈതഗോറസ് തിയറം? ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലും വല്ല പിടി കിട്ടത്തുള്ളൂ. ഈ പടത്തിലെ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കർണം അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ 2. 1 സ്ക്വയർ എത്ര? 1. 1 സ്ക്വയർ എത്ര? 1. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ 2. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് √2. കർണം എത്ര വന്നു? √2. ഈ ഹൈപ്പോട്ടിന്യൂസ് കർണം എന്ന് പറയുന്നത് ആരാണ്? അതുകൊള്ള നമ്മളൊരു ചോദ്യത്തിൽ നിന്ന് അവിടെ തിരിച്ചു വന്നത്. അയാള് ചെറിയ സമചതുരത്തിന്റെ ചെറിയ സ്ക്വയറിന്റെ ഡയഗണലാണ്, വികർണമാണ്. അയാൾ വലുതിന്റെ ആരാണ്? ഒരു വശമാണ്, ഒരു സൈഡാണ്. നോക്കുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും മെഷർമെന്റ് നിങ്ങൾ ഇതുവരെയുള്ള 9ാം ക്ലാസ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് ഈ പാഠത്തിന് അവർ എന്ത് പേരിട്ടേക്കുന്നത്? ന്യൂ നമ്പേഴ്സ് എന്ന് പേരിട്ടേക്കുന്നത്. എന്ത് പേരിട്ടേക്കുന്നത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ ലെങ്ത് എത്ര ആയാൽ? 1 ആയാൽ അതിന്റെ ഡയഗണലിന്റെ നീളം, വികർണത്തിന്റെ നീളം എത്ര വരും? √2 വരും. എത്ര വരും? എത്ര വരും? ഇത് നമ്മൾ ഇതുവരെ കണ്ടു പരിചയപ്പെട്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള ഒരു നമ്പർ അല്ല. അതുകൊണ്ടാണ് നമ്മുടെ പാഠത്തിന് നമ്മൾ എന്ത് പേരിട്ടേക്കുന്നത്? ന്യൂ നമ്പേഴ്സ് എന്ന് പേരിട്ടേക്കുന്നത്. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? അപ്പൊ നമ്മുടെ വലിയ സ്ക്വയറിന്റെ, ഒരു സെക്കൻഡ്, വലിയ സ്ക്വയറിന്റെ ഒരു വശം, ഒരു സൈഡിന്റെ നീളം എത്ര വരും? എത്ര വരും? √2. എത്ര വരും? ഓൾ സ്റ്റാൻഡ് പത്രം ഒന്ന് വായിച്ചു നോക്കി. ഒരു സ്ക്വയറിന്റെ, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, ഒരു സൈഡിന്റെ ലെങ്ത് 1 ആണെങ്കിൽ, 1 ആണെങ്കിൽ അതിന്റെ ഡയഗണലിന്റെ നീളം, വികർണത്തിന്റെ നീളം എത്രയാണ്? അത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് പാഠത്തിന് എന്ത് പേരിട്ടേക്കുന്നത്? ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യം പിടിക്കാം. ഓക്കെ, വായിച്ചാട്ടെ, അടുത്തത് വായിച്ചാട്ടെ. സിൻസ് ഇറ്റ് ഈസ് ദ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ, ഇറ്റ് ഈസ്
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ ബിഗ് സ്ക്വയർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കണേ. പുസ്തകം എടുക്കുക. പുസ്തകത്തിലെ പേജ് നമ്പർ 20 ഉണ്ടോ? മൂന്നാമത്തെ വരി, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ബിഗ് സ്ക്വയർ. ഉണ്ടോ? അതിന്റെ താഴത്തെ വരി വായിച്ചേ. സിൻസ് ഇറ്റ് ഈസ് ദ ഡയഗണൽ ഓഫ് ദി സ്മോൾ സ്ക്വയർ ഇറ്റ് ഈസ് ലാർജർ ദാൻ 1 മീറ്റർ. അപ്പൊ ഇയാളെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്ക്വയറിന്റെ ഡയഗണല. അപ്പൊ അയാളുടെ നീളം എത്രനേക്കാൾ കൂടുതലായിരിക്കും? 1 കൂടുതലായിരിക്കും. അതാര് പറഞ്ഞു 1 കൂടുതലായിരിക്കും? അത് പണ്ട് 7ാം ക്ലാസ് സാറന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു റൈറ്റ് ആംഗിളിലെ ട്രയാങ്കിളിലെ ഒരു മട്ടത്രികോണത്തിലെ ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്, കർണമാണ്, മറ്റുള്ള 2 പേരേക്കാൾ. അപ്പൊ ഈ ഹൈപ്പോട്ടിന്യൂസ് ആയ കർണമായ ഡയഗണലിന്റെ ലെങ്ത്, വികർണത്തിന്റെ നീളം എത്രനേക്കാൾ കൂടുതലായിരിക്കും? 1 കൂടുതലായിരിക്കും. എത്രനേക്കാൾ കൂടുതലായിരിക്കും? ആ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ. രണ്ടു വശങ്ങൾ 1 മീറ്റർ. അത് ചെറിയ സമചതുരത്തിന്റെ വികരണമായതിനാൽ 1 മീറ്ററിനേക്കാൾ കൂടുതലാണ്. രണ്ട് വശങ്ങൾ 1 മീറ്റർ ആയ ത്രികോണത്തിന്റെ 3ാം വശം ആയതിനാൽ 2 മീറ്ററിനേക്കാൾ കുറവുമാണ്. പിന്നെ അടുത്തൊരു കാര്യം പണ്ട് ചെറിയ ക്ലാസ് പഠിച്ചതാണ്. ഈ 2 വശങ്ങളൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്ര? അതിനേക്കാൾ കുറവായിരിക്കണം 3ാമത്തിന്റെ നീളം. 7ാം ക്ലാസ് പഠിച്ചൊരു കാര്യം. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ 2 ആളുകളെ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഉത്തരം 3ാമത്തെ വശം, അതായത് വലിയ വശത്തിനേക്കാൾ കുറവായിരിക്കണം. വലിയ വശത്തിനേക്കാൾ കുറവായിരിക്കണം. 3ാമത്തെ വശത്തിനേക്കാൾ എത്ര ആയിരിക്കണം? അങ്ങനെ ആണെങ്കിലേ നമുക്ക് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഐറ്റം വെച്ചാൽ പടം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. നോക്കിക്കേ, അടുത്ത സെന്റൻസ് ഒന്ന് വായിച്ചേ നിങ്ങൾ. സിൻസ് ഇറ്റ് ഈസ് ദ തേർഡ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് അതർ 2 sides 1 meter each ഇറ്റ് ഈസ് ലെസ് ദാൻ 2 meter. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് ഈ ഡയഗണൽ നമ്മൾ ഇച്ചിരി മുമ്പേ കണ്ടുപിടിച്ച എത്രയാണ്? ഈ √2 എന്ന് പറയുന്ന ആളിന്റെ വില 1 കൂടുതലായിരിക്കും, പക്ഷേ 2 കുറവായിരിക്കും. അതാണ് ഈ വളഞ്ഞു ചുറ്റി വരുന്നതിന്റെയൊക്കെ അർത്ഥം. പിടി കിട്ടിയോ? ഒന്നുകൂടെ. ഈ ആദ്യത്തെ ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ നമ്മൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചു, വികരണം എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 2 ഐഡിയ വെച്ചിട്ട് അത് എത്രനേക്കാൾ വലുതായിരിക്കും? 1 വലുതായിരിക്കും. അതേ സമയത്ത് അത് എത്രനേക്കാൾ ചെറുതുമായിരിക്കും? 2 എന്ന് പറഞ്ഞാൽ ഈ √2 എന്ന് പറയുന്ന സംഖ്യക്ക് ഒരു വിലയുണ്ട്. ആ വില നമ്മൾ ഇപ്പൊ കഴിയുമ്പോൾ അങ്ങോട്ട് പഠിക്കും. ആ വില എത്രനേക്കാൾ കൂടുതലും എത്രനേക്കാൾ കുറവുമായിരിക്കും? 1 കൂടുതലും 2 കുറവും ആയിരിക്കും. വായിച്ചാട്ടെ ബാക്കി. എന്തോ മനസ്സിലായോ? ഒന്നോളം. നമ്മൾ ഈ ആദ്യത്തെ സ്ക്വയർ സമചതുരം എടുത്തിട്ട് അതിന്റെ ഒരു വശം, ഒരു സൈഡ് നമ്മൾ എത്ര ആയിട്ട് എടുത്തു? ആദ്യം 1. അതിന്റെ ഡയഗണൽ വികരണം നമ്മൾ എത്ര എന്ന് കണ്ടുപിടിച്ചു? √2. നമ്മുടെ പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ 2 വശങ്ങളുടെ നീളത്തിനേക്കാൾ നീളം കൂടുതൽ ഉണ്ടാകണം ആർക്ക്? ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഈ √2 വില ആരേക്കാൾ വലുതായിരിക്കും? 1 വലുതായിരിക്കും. എത്രനേക്കാൾ വലുതായിരിക്കും? അപ്പോ ക്ലിയർ ആയോ? ഓക്കെ. ഇനി നിങ്ങൾ 7ാം ക്ലാസ് ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിൽ, അത് ഏത് ത്രികോണം ആയിക്കോട്ടെ, അതിലെ 2 ചെറിയ വശങ്ങളുടെ നീളങ്ങൾ കൂട്ടുമ്പോൾ കിട്ടുന്ന നമ്പർ 3ാമത്തെ സംഖ്യയേക്കാൾ എന്തായിരിക്കണം? ചെറുതായിരിക്കണം. 3ാമത്തെ സംഖ്യയേക്കാൾ. അപ്പൊ ഒന്നുകൂടെ കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 2. അത് ഈ 3ാമത്തെ വശത്തിന്റെ നീളത്തിനേക്കാൾ ചെറുതായിരിക്കും. ഒന്നുകൂടെ കൂട്ടി കിട്ടുന്ന ഉത്തരം എത്ര? 2. അപ്പൊ ഈ നീളം എത്രനേക്കാൾ ചെറുതായിരിക്കണം?
2 ചെറുതുമായിരിക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ √2 എന്ന് പറയുന്ന ഈ സംഖ്യയുടെ വില 1 കൂടുതലും 2 കുറവുമായിരിക്കും. ക്ലിയർ ആയോ അപ്പൂന്? യെസ് സർ. എന്നുവെച്ചാൽ 1 ഇടയ്ക്കുള്ള നമ്പരാ. ബാക്കി വായിച്ചാട്ടെ. ദ ലെങ്ത് ക്യാൻ ബി എ ഫ്രാക്ഷൻ ബിറ്റ്വീൻ 1 and 2. അങ്ങനെയാണെങ്കിൽ അപ്പൊ ആ വില 1 നും 2 ഇടയിലുള്ള ആരായിരിക്കും? ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. 1 നും 2 ഇടയിലുള്ള ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നസംഖ്യ ആയിരിക്കും. ബാക്കി വായിച്ചാട്ടെ. ബട്ട് ദെൻ ഇറ്റ് സ്ക്വയർ മസ്റ്റ് ബി 2. പക്ഷെ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ എത്ര കിട്ടണം? 2 കിട്ടണം. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോ എത്ര കിട്ടണം? ഈ വില 1 നും 2 ഇടയിലായിരിക്കണം. പക്ഷെ സ്ക്വയർ എടുക്കുമ്പോ എത്ര കിട്ടുകയും ചെയ്യണം? 2 കിട്ടുകയും ചെയ്യണം. അങ്ങനെ വല്ല നമ്പർ നിങ്ങൾക്ക് പരിചയമുണ്ടോ? 1 നും 2 ഇടയ്ക്കുള്ള നമ്പരും ആയിരിക്കണം. അതിന്റെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടുകയും ചെയ്യണം? 2 കിട്ടുകയും ചെയ്യണം. അങ്ങനെ വല്ല നമ്പർ പരിചയമുണ്ടോ? ഇല്ല. ബാക്കി വായിച്ചാട്ടെ. സ്ക്വയർ ഏരിയ 2 സ്ക്വയർ മീറ്റർ. ഓക്കെ, അടുത്ത വരി. വാട്ട് ഫ്രാക്ഷൻ ഹാസ് ഇറ്റ് സ്ക്വയർ ഈക്വൽ ടു 2? എന്ന് വെച്ചാൽ അർത്ഥം ഏതെങ്കിലും ഫ്രാക്ഷന്റെ, ഏതെങ്കിലും ഭിന്നസംഖ്യയുടെ വർഗം സ്ക്വയർ എത്ര വരുമോ എന്ന്. 2 വരുമോ എന്ന്. എത്ര വരുമോ എന്നാണ് നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ എടുത്തേക്കുന്നു. വായിച്ചാട്ട്. എന്താ ഇത്? 1 and 1/2. ഇത് 1 നും 2 നും ഇടയ്ക്കുള്ള ഒരു ഫ്രാക്ഷൻ അല്ലേ? 1.5 എന്ന് പറയുന്നത് 1 നും 2 നും ഇടയ്ക്കുള്ള ആളല്ലേ? ഇതിന്റെ സ്ക്വയർ എങ്ങനെ എടുക്കുന്നത്? ഇതിന്റെ സ്ക്വയർ 3. അങ്ങനെ പിടിക്കുന്നു. 1 + 1/2 the whole square. എത്ര ക്ലാസ് പഠിച്ചിട്ടുണ്ട്? a + b the whole square എന്ന് പറഞ്ഞാൽ a² + 2ab + b². അപ്പൊ ഇവിടെ 1² + 2 × 1 × 1/2 + 1/2 സ്ക്വയർ ആണോ? 1² എത്ര? 1 പ്ലസ് ഈ 2 ഈ 2 വെട്ടിപ്പോയിട്ട് 1 കിട്ടും. പ്ലസ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. 1 ഒന്നുകൂടെ കൂട്ടിയാൽ അപ്പൊ 2 + 1/4. ഇത് എത്രനേക്കാൾ കൂടുതലാണ്? 2 കൂടുതലാണ്. എത്രനേക്കാൾ കൂടുതലാ? പക്ഷെ നമ്മൾ പറഞ്ഞു എത്രനകത്ത് നിൽക്കണം? 1 കൂടുതലും 2 കുറവായിരിക്കണം. ഇപ്പൊ സ്ക്വയർ എടുത്തപ്പോ എത്രനേക്കാൾ വലുതാണ്? 2 വലുതാണ്. എത്രനേക്കാൾ വലുതാണ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരാളെ ഒന്ന് നോക്കാം. നമ്മൾ 2-3 നോക്കുക. സ്ക്വയർ എടുക്കുമ്പോൾ 2 കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടെ വേറെ 1-2 പേരെ നമ്മൾ നോക്കുക. അടുത്തത് 1 and 1/4. ആരാണ്? 1 and 1/4. ഇതേപോലെ പറഞ്ഞാട്ടെ നിങ്ങൾ. 1² + 2 × 1 × 1/4 + 1/4 സ്ക്വയർ. 1² എത്ര? 1. ഈ 2ഉം ഈ 4 വെട്ടിയാൽ 2 കിട്ടും. അപ്പൊ 1/2 ആണോ? പ്ലസ് 1/4 സ്ക്വയർ. 4 സ്ക്വയർ 16 ആണോ? അപ്പൊ 1 + 1/2 + 1/16. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 1 and 9/16 എന്ന് കിട്ടും. ഇത് ആരേക്കാൾ ഇച്ചിരി കൂടുതലാണ്? 1 കൂടുതലാണ്. ആരേക്കാൾ കൂടുതലാണ്? അപ്പൊ മുമ്പ് എടുത്ത നമ്പർ എത്രനേക്കാൾ കൂടുതലായി പോയി? 2 കൂടുതലായി പോയി. ഇനി അടുത്തൊരെണ്ണം കൂടെ അവർ നോക്കിയിട്ടുണ്ട്. അത് ഏതാണ്? അടുത്തൊരെണ്ണം ഇതുപോലെ ചെയ്തേക്കുന്നേ. 1 and 1/3 സ്ക്വയർ. 1 and അത് അവർക്ക് കിട്ടിയത് 1 and 7/9. നമ്മളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്ന അറിയാവോ? 1 നും 2 നും ഇടയ്ക്കുള്ള ചില നമ്പറുകൾ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. സ്ക്വയർ എടുത്ത് വരുമ്പോ എത്രന്ന് വരണം ഉത്തരം? 2 ഉത്തരം വരണം. എത്രന്ന് വരണം? പക്ഷെ നമുക്ക് നിലവിൽ ഇതുവരെ ചെയ്തതിനകത്തിലൊന്നും ഉത്തരം എത്രന്ന് വരുന്നില്ല. 2 ഉത്തരം വരുന്നില്ല. അപ്പൊ അങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോ ഒരു ബോക്സ് കിടക്കുന്നുണ്ടോ അവിടെ?
ഒന്ന് വായിച്ചാട്ടെ. ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കാടും പടലും ഒക്കെ തല്ലിയത്. അതായത് നിങ്ങൾക്ക് കണക്കിൽ അറിയാവുന്ന ഏത് ഫ്രാക്ഷന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാലും അതൊരിക്കലും എന്തിനോട് ഈക്വൽ ആകത്തില്ല? 2 ഈക്വൽ ആകത്തില്ല. ആകെ പഠിക്കേണ്ടുന്ന ഒരേ ഒരു പോയിന്റ് അത് മാത്രമാണ്. നിങ്ങൾ ഏത് ഫ്രാക്ഷന്റെ വേണമെങ്കിലും സ്ക്വയർ കണ്ടുപിടിച്ചോളാം. അതൊരിക്കലും എത്രനോട് ഈക്വൽ ആകത്തില്ല? 2 ഈക്വൽ ആകത്തില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ക്വയർ എടുത്താൽ 2 കിട്ടുന്ന ഒരു ഫ്രാക്ഷനും എവിടില്ല? എവിടില്ല? മാത്തമാറ്റിക്സിൽ ഇല്ല. സ്ക്വയർ എടുത്താൽ 2 തന്നെ കൃത്യമായി കിട്ടുന്ന ഒരു ഫ്രാക്ഷനും എവിടില്ല? മാത്തമാറ്റിക്സിൽ. ഇത്രയും കാര്യം പിടി കിട്ടിയോ? അവിടെ അടയാളം ഇട്ട് വെച്ചേ. ഓൺലൈൻകാർക്ക് ഇത്രയും മനസ്സിലായോ? ആ ലേക്ക് ഇതിനകത്തില്ലേ, ഹലോ, ഈ പറഞ്ഞ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൽ നിന്ന് ആകെ പഠിക്കേണ്ട കാര്യം എന്ത് മാത്രമാണ്? ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. ഇതേ 4ാമത്തെ പേജിൽ ഇവിടം വരെയുള്ള കാര്യങ്ങളാണ് ബുക്കിലോട്ട് എഴുതുന്നത്. ഉണ്ടോ? ദ സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2 വരെയുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ ഫസ്റ്റ് സെക്ഷൻ എന്ത് ചെയ്യും? അവിടെ തന്നെ ഏറ്റവും 20ാമത്തെ പേജിൽ തന്നെ മറ്റൊരു നോട്ട് കിടക്കുന്നുണ്ടോ? ഒന്ന് വായിച്ചാട്ടെ. ദ ലെങ്ത് ഓഫ് എ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ് cannot be expressed as a. അവിടെ നമ്മൾ ഈ പണി മൊത്തം തുടങ്ങിയത്. നമ്മൾ നോക്കിക്കേ, നമ്മളൊരു സ്ക്വയർ എടുക്കുന്നു, ഒരു സമചതുരം എടുക്കുന്നു. ഈ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഒരു വശം എത്ര വെച്ചാണ് നമ്മൾ എടുത്തത്? 1 മീറ്റർ. എന്നിട്ട് നമ്മൾ അതിന്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു? ഡയഗണൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എത്രയായിരുന്നു? √2. എന്നിട്ട് ഈ √2ന്റെ വില കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പൊ നമുക്ക് എന്തോ മനസ്സിലായി? മാത്തമാറ്റിക്സിൽ ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ അല്ല, അവിടെ അങ്ങനെ ഈ ഫ്രാക്ഷൻ കടന്നു വന്നേ അതുകൊള്ള √2ന്റെ വില 1നും 2നും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഈ വില എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ. 1നേക്കാൾ വലുതും 2നേക്കാൾ ചെറുതുമായ ഒരു ഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഫ്രാക്ഷൻ എവിടെ ഇല്ല? കണക്കിനകത്ത് ഇല്ല. ഇനി ഞാൻ നോട്ടൊന്നുകൂടെ വായിച്ചേ. ദ ലെങ്ത് ഓഫ് ദി ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1 യൂണിറ്റ് cannot be expressed as a fraction. അപ്പൊ ഒന്ന് വായിച്ച മലയാളത്തില്. വശങ്ങളുടെ എല്ലാം നീളം 1 ആയ സമചതുരത്തിന്റെ വികരണത്തിന്റെ നീളം ഒരു ഭിന്നസംഖ്യയായി പറയാൻ കഴിയില്ല. അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൗണ്ടിങ് നമ്പർ എണ്ണൽ സംഖ്യ, ഹോൾ നമ്പർ അഖണ്ഡസംഖ്യ, ഇൻഡിജർ പൂർണ്ണസംഖ്യ, റാഷണൽ നമ്പർ ഭിന്നക സംഖ്യ, പിന്നെ ഫ്രാക്ഷൻ, ഇതൊക്കെ കൊണ്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്ത, അവതരിപ്പിക്കാൻ പറ്റാത്ത ലെങ്തുകൾ ലെങ്തുകൾ നീളങ്ങൾ എവിടെ ഉണ്ട്? മാത്തമാറ്റിക്സിലുണ്ട്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിന് എന്ത് പേരിട്ടേക്കുന്നത്? ന്യൂ നമ്പേഴ്സ്. അപ്പൊ അത്രയപ്പോ ഫസ്റ്റ് സെക്ഷൻ തീർന്നു. നിങ്ങൾ അവിടെ വരെയുള്ളത് എവിടെ എഴുതിക്കൊണ്ട് വരണം?